എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. നമുക്ക് മാതൃഭൂമി ആദ്യമായിട്ട് നോക്കാം. മാതൃഭൂമിയുടെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് ട്രംപിനെ തള്ളി എന്നുള്ളതാണ്. അതിന്റെ ഹൈലൈറ്റ്സ് കൊടുത്തത് വെടിനിർത്തൽ US ഇടപെടലിനെ തുടർന്ന് എന്ന വാദം തള്ളി ഇന്ത്യ വാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ട്രംപിന്റെ ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ അന്തം കമ്മികൾ സുഡാപ്പികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ട്രംപാണ് വെടിനിർത്തലിന് വഴിയൊരുക്കിയത്, ട്രംപാണ് ഇടനിലക്കാരൻ, പ്രധാനമന്ത്രി പ്രസ്താവന നടത്തണം തുടങ്ങി ഇവരിങ്ങനെ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മാതൃഭൂമിയുടെ വളരെ പ്രസക്തമായ മാതൃഭൂമി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ട്രംപിനെ തള്ളി. ട്രംപ് അല്ല ഇടനിലക്കാരനായത്, പാകിസ്ഥാൻ കാല് പിടിക്കുകയായിരുന്നു ഇന്ത്യയുടെ. അങ്ങനെയാണ് ഇന്ത്യ വെടിനിർത്തലിനെ വളരെ കർശനമായ ഉപാധികളോടെ സമ്മതിച്ചത്. ഇക്കാര്യം നേരത്തെ തന്നെ നമ്മുടെ സൈനിക മേധാവികൾ പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് സ്പോക്സ്മാൻ വളരെ കൃത്യമായി ഈ കാര്യം പറഞ്ഞു. എന്നിട്ടും നമ്മുടെ നാട്ടിലെ ഒരു BJP വിരുദ്ധരായ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുന്ന, എന്ത് കാര്യത്തിനും BJP കുറ്റപ്പെടുത്തുന്ന, എന്ത് കാര്യത്തിനും സംഘപരിവാറിനെ കുറ്റപ്പെടുത്തുന്ന എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു മോദിക്ക് ഒരു 4 ചീത്ത പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടാത്ത കുറെ ആൾക്കാർ, അവരുടെ ഒക്കെ ഒരു അവരുടെ ഒക്കെ ഒരു വാദത്തിന് അല്ലെങ്കിൽ അവരുടെ ഒക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി എന്ന രീതിയിൽ തന്നെയാണ് മാതൃഭൂമിയുടെ ഈ തലക്കെട്ട്, ട്രംപിനെ തള്ളി. ഇതിന്റെ വാർത്ത ഇങ്ങനെയാണ്, മനോജ് മേനോന്റെ വാർത്തയാണ്. ഇന്ത്യ പാക് വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും DGMO തല ചർച്ചയിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്ന് ഇന്ത്യ ആവർത്തിച്ചു. ഇന്ത്യ വളരെ കൃത്യമായി ആവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്? പ്രധാനമന്ത്രി പറയണമെന്നാണ് പറയുന്നത്. അതാണ് ഇപ്പൊ പറയുന്നത്, പ്രധാനമന്ത്രി പറയണം. പ്രധാനമന്ത്രി എന്താ പറയേണ്ടത്? പ്രധാനമന്ത്രി മോദിയെ ചീത്ത പറയണോ? മോദി അല്ല എന്ന് പ്രധാനമന്ത്രി പറയണം. എന്തിനാണ് പ്രധാനമന്ത്രി പറയേണ്ട ആവശ്യം? പ്രധാനമന്ത്രി പറയാൻ സൗകര്യമില്ലെന്നേ. പ്രധാനമന്ത്രി പറയുന്നില്ല, എന്താ പ്രശ്നം? സൈനിക മേധാവികൾ പറഞ്ഞു, ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് അവരാണ്. സൈനിക മേധാവികൾ പറഞ്ഞു. കാരണം DGMO തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയുണ്ടായത്. ഇന്ത്യയിലെ DGMOനെയാണ് പാകിസ്ഥാനിലെ DGMO വിളിക്കുന്നത്, ഞങ്ങളിതാ പിന്മാറുന്നു, ഞങ്ങൾ ഇനി ഒരു പ്രകോപനത്തിനും ഇല്ല, നിങ്ങൾ വെടിനിർത്തണം എന്ന് പറയുന്നു. അതനുസരിച്ചാണ് ഇന്ത്യ കർശനമായ ഉപാധികൾ വെച്ചിട്ട് വെടിനിർത്തലിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നത്. അത് കഴിഞ്ഞിട്ട് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് പറയുകയാണ്, ഇത്തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി പറയണം. എന്തിനാ പ്രധാനമന്ത്രി പറയേണ്ടത്? പ്രധാനമന്ത്രി പറയാൻ സൗകര്യമില്ല, പ്രധാനമന്ത്രി പറയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങൾ അത് വളരെ കൃത്യതയോടെ, അതിങ്ങനെ ഈ പ്രതിപക്ഷം പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ അന്തം കമ്മികൾ പറയുന്നത് കേട്ടിട്ടോ MA ബേബി പറയുന്നത് കേട്ടിട്ടോ ഒന്നും പ്രധാനമന്ത്രി അങ്ങനെ ചാടിക്കറിയൊന്നും പറയില്ല. കാരണം അമേരിക്കയുമായുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് അതിങ്ങനെ പെട്ടെന്ന് പ്രധാനമന്ത്രി, പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ നമുക്കറിയാലോ, ഇന്ത്യ ഭീകര ക്യാമ്പുകൾ തകർത്തു. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ പിന്നെയും ചൊറിഞ്ഞപ്പോഴാണ് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ മുഴുവൻ തവിട്ടുപൊടിയാക്കിയത്. ഒരു ലോകരാഷ്ട്രവും ഇന്ത്യ അപലപിച്ചിട്ടില്ല. ഒരു ലോകരാഷ്ട്രവും ഇന്ത്യ അപലപിച്ചിട്ടില്ല. വളരെ കൃത്യതയാർന്ന്, വളരെ സംയമനത്തോടെ, പക്ഷെ അതേ സമയത്ത് തന്നെ വളരെ കൃത്യമായ മറുപടിയാണ് ഇന്ത്യ കൊടുത്തത്. നിങ്ങൾക്കറിയാലോ, 1977 ശേഷം അത്തരത്തിൽപ്പെട്ട പാകിസ്ഥാനിന്റെ ഉള്ളിലേക്ക് കടന്നു കയറി പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള സൈനിക ബേസുകൾ തകർക്കുക എന്ന് പറയുന്നതിലേക്ക് ഒരിക്കലും ഇന്ത്യ തയ്യാറായിട്ടില്ല. ആദ്യമായാണ്, പ്രത്യേകിച്ചും നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാലോ, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് എത്ര നാണം കെട്ട ആക്രമണങ്ങൾക്കാണ് ഇന്ത്യ വിധേയമായത്. പാർലമെന്റ് ആക്രമണം, ഡൽഹി, മുംബൈ, എത്ര അക്ഷർധാം ക്ഷേത്രം, അല്ലെങ്കിൽ ട്രെയിനുകളിൽ ബോംബ്, അല്ലെങ്കിൽ ബസ്സുകളിൽ ബോംബ്, അതിർത്തികളിൽ ഇടക്കിടക്ക് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, അങ്ങനെ നിരന്തരം പാകിസ്ഥാന്റെ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. പാർലമെന്റ് ആക്രമണം, അല്ലെ, മുംബൈ ആക്രമണങ്ങൾ. പക്ഷെ അപ്പോഴൊക്കെ ഇന്ത്യ എന്താ ചെയ്തത്? ഇന്ത്യ ധൈര്യമില്ലാതെ, അല്ലെങ്കിൽ പാകിസ്ഥാനോട് നേർക്കുനേരം മുട്ടാൻ ഒരു ധൈര്യമില്ലാതെ, തിരിച്ചടി എന്നുള്ള രീതിയിൽ കൊടുക്കാൻ ധൈര്യമില്ലാതെ ഇന്ത്യ കാത്തിരുന്നു. പക്ഷെ നരേന്ദ്രമോദി അങ്ങനെയല്ല. നരേന്ദ്രമോദി അടിച്ചാൽ തിരിച്ചടിക്കും എന്ന് തന്നെ ശാരദക്കുട്ടിമാർക്ക് അറിയട്ടെ. ശാരദക്കുട്ടിമാരും സ്വരാജുമാരൊക്കെ ഒരു ഭാഗത്തിരുന്ന് മോങ്ങട്ടെ. ജി സുധാകരൻ തന്നെ സ്വരാജിന് ഒരു അടി കൊടുത്തിട്ടുണ്ട്. യുദ്ധം വേണ്ട എന്ന് പറയാൻ മോങ്ങിക്കൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ യുദ്ധം വേണം, യുദ്ധം വേണ്ടി വരും
എന്ന് വളരെ കൃത്യമായി അങ്ങോട്ടേക്ക് പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് ആക്രമിച്ചു കഴിഞ്ഞാൽ നിലത്ത് കമിഴ്ന്ന് കടന്ന് വെടി മുഴുവൻ കൊള്ളുകയാണോ വേണ്ടത് എന്ന് സുധാകരൻ സഖാവ് ചോദിക്കുന്നു കേട്ടോ. കെ സുധാകരനല്ല, ജി സുധാകരൻ ചോദിക്കുന്നു. കൃത്യമായ മറുപടിയാണ് ഈ സ്വരാജിനുള്ള. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ട്രംപിനെ ഇന്ത്യ തള്ളിയിരിക്കുന്നു. ട്രംപ് വീണ്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ട്രംപ് ഇപ്പോൾ നമ്മുടെ അറബ് രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദിയിൽ വെച്ചിട്ട് വീണ്ടും ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ഈ ഇന്ത്യ പാക് സംഘർഷം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വെടിനിർത്തലിന് വഴിയൊരുക്കിയത്, താനാണ് ഇടനിലക്കാരൻ എന്നൊക്കെ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ട്രംപിന്റെ ചില നിലപാടുകളും ട്രംപിന്റെ ചില എന്താ പറയാ, ട്രംപിന്റെ ഒരു സ്വഭാവം അറിയാലോ. ട്രംപ് അങ്ങനെയാണ്. അപ്പൊ ട്രംപിനോടാണ് പോയി ചോദിക്കേണ്ടത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിടുവായത്തം പറയുന്നതെന്ന്. ഇതിവിടെ ഇന്ന് പ്രധാനമന്ത്രി പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ചൈന വളരെ കൃത്യമായി പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടക്ക് ഇന്ത്യ കയറി കണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് ഡൊണാൾഡ് ട്രംപിനെ ചീത്ത പറയണ്ട. അങ്ങനെ ഇന്ത്യ എല്ലാവരുടെയും ഒരു ശത്രുത സമ്പാദിച്ചുകൊണ്ടിരിക്കണം എന്നാണ് അവരൊക്കെ കരുതുന്നത്. സൗകര്യമില്ല കൂട്ടരെ. മോദി അങ്ങനെ ചെയ്യില്ല. മോദിക്ക് വളരെ കൃത്യമായി, BJPക്ക് വളരെ കൃത്യമായി, സംഘപരിവാറിന് വളരെ കൃത്യമായി എങ്ങനെയാണ് നയതന്ത്ര ബന്ധങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നറിയാം. അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യ ഇങ്ങനെ ശക്തമായി തിരിച്ചടിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ മോങ്ങിയിരുന്നാ മതി. മോങ്ങിയിരുന്നോ, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ മാതൃഭൂമിയുടെ ബാക്കി തലക്കെട്ടുകളിലേക്ക് പോകാം. ഭീകരവാദം തുടർന്നാൽ പാകിസ്ഥാന്റെ സർവനാശം എന്ന് മോദി പറയുന്നുണ്ട് കേട്ടോ. മോദി പറയുന്നു, ഭീകരവാദം തുടർന്നാൽ പാകിസ്ഥാന്റെ സർവനാശം. ആ വാർത്ത ഇങ്ങനെയാണ്: ഭീകരവാദം തുടർന്നാൽ പാകിസ്ഥാന്റെ സർവനാശമായിരിക്കും സംഭവിക്കുക എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദംപൂർ വ്യോമത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി സൈനികരെ അഭിവാദ്യം ചെയ്യുകയായിരുന്നു. ആദംപൂർ വ്യോമത്താവളം പാകിസ്ഥാൻ തകർത്തു. ഇന്ത്യയിലെ ആദംപൂർ വ്യോമത്താവളം പാകിസ്ഥാൻ തകർത്തു. ഇവിടെയുള്ള അല്ലെങ്കിൽ മിസൈൽ വേധ സംവിധാനം, റഷ്യയുടെ സഹായത്തോടെ നമ്മൾ രൂപകൽപ്പന ചെയ്ത മിസൈൽ വേധ സംവിധാനം, മിസൈലുകളെ ഈ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള മിസൈൽ വേധ സംവിധാനമൊക്കെ തകർത്ത് തരിപ്പണമാക്കി എന്നൊക്കെയായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിലെ ഇന്ത്യ വിരുദ്ധർ, നമ്മുടെ നാട്ടിലെ അന്തംകമ്മികൾ, നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾ, നമ്മുടെ നാട്ടിലെ ചില മാധ്യമ പ്രവർത്തകർ, ഇതൊക്കെ ആവർത്തിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലെ ഈ വ്യോമത്താവളം, ആദംപൂർ വിമാനത്താവളം പാകിസ്ഥാൻ തകർത്തു എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ വാർത്ത വന്നിരുന്നു. അപ്പോഴാണ് അതിന് വളരെ കൃത്യമായ മറുപടി എന്ന രീതിയിലാണ് ആ വിമാനത്താവളത്തിൽ വന്നിറങ്ങിക്കൊണ്ട് അവിടെ ഭാരത് മാതാ കി ജയ് എന്നുള്ള ആ എന്താ പറയാ മുദ്രാവാക്യം വിളികൾക്കിടയിൽ പ്രധാനമന്ത്രി വളരെ കൃത്യമായി പാകിസ്ഥാൻ വീണ്ടും താക്കീത് നൽകുന്നത്. അതാണ് വാർത്ത. ഭീകരവാദം തുടർന്നാൽ പാകിസ്ഥാന്റെ സർവനാശം മോദി. പാകിസ്ഥാൻ തകർത്തെന്നവകാശപ്പെട്ട ഇന്ത്യൻ വ്യോമത്താവളങ്ങളിൽ ഒന്നാണ് പഞ്ചാബിലെ ആദംപൂർ. വ്യോമത്താവളത്തിന് ഒരു പോറലുമേറ്റിട്ടില്ലെന്ന് തെളിയിക്കാൻ കൂടിയായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ മോദിയുടെ സന്ദർശനം. മോദി എങ്ങനെയാണ്? മോദി ആ ഒരു ആദംപൂർ വിമാനത്താവളത്തിൽ വെച്ചിട്ടാണ് മോദി സംസാരിക്കുന്നത്. പശ്ചാത്തലത്തിൽ കാണാം ആദംപൂർ വിമാനത്താവളവും അവിടെയുള്ള ഫ്ലൈറ്റുകളും അവിടെയുള്ള ഈ മിസൈൽ വേധ സംവിധാനവും, റഷ്യയുടെ ആ പ്രത്യേക S-400 എന്ന് പറയുന്ന ആ പ്രത്യേക മിസൈലുകളെ തകർക്കുന്ന സംവിധാനവും ഒക്കെ അതേപടിയുണ്ട്. അതൊന്നും പാകിസ്ഥാൻ തകർത്തിട്ടില്ല. പാകിസ്ഥാന്റെ മിസൈലുകൾ അവിടുന്ന് തൊടുത്തു വിടാൻ പാകിസ്ഥാൻ ആലോചിക്കും മുമ്പേ ഇവിടെ നിന്ന് കയറി അടി തുടങ്ങും. അതാണ് ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത്. ഏതായാലും ഒന്ന് തെളിയിച്ചു കഴിഞ്ഞു കേട്ടോ. ഇന്ത്യ സാമ്പത്തിക ശക്തിയായി ഉയരുന്നതിന്റെ കൂടെ തന്നെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ശക്തിയായി ഉയരുകയാണ് എന്ന് തെളിയിക്കുകയാണ്. ചൈനയുടെ മിസൈലുകളൊക്കെ എങ്ങനെ നമ്മുടെ ഇവിടുന്ന് ശിവാശിയുടെ പടക്കം പോലെ, ശിവാശിയുടെ വാണങ്ങളെ പോലെ പാതി വഴിക്ക് പൊട്ടി വീഴുമ്പോഴാണ് ഇന്ത്യ വളരെ കൃത്യമായി നിർമ്മിച്ച ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളും ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള സായുധ ശക്തിയും എന്താണെന്ന് ലോകം മനസ്സിലാക്കിയത്. ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 17ഓളം രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ് ഇന്ത്യക്ക് മുമ്പിൽ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ. നിങ്ങൾ പാകിസ്ഥാനെ തവിട്ടുപൊട്ടിയാക്കിയ ബ്രഹ്മോസ് മിസൈലുകൾ ഞങ്ങൾക്ക് വേണമെന്ന്. അത്രയും കൃത്യതയാർന്ന്, ശബ്ദത്തിന്റെ 3 മടങ്ങ് വേഗതയിൽ. ഏതൊരു പത്രപ്രവർത്തകൻ തെറ്റായി പറഞ്ഞു പോയതാണ് കേട്ടോ. പ്രകാശത്തിന്റെ 3 ഇരട്ടി വേഗത എന്ന്. പ്രകാശത്തിന്റെ 3 ഇരട്ടി വേഗതയൊന്നും നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റില്ലല്ലോ. പ്രകാശത്തിന്റെ 3 ഇരട്ടി വേഗതയല്ല, ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗതയിൽ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തെയും, മാത്രമല്ല റഡാറുകളുടെ എന്താ പറയാ, റഡാറുകളുടെ നിരീക്ഷണത്തിൽ പെടാതെ കൃത്യമായി ശത്രു പക്ഷത്തേക്ക് കുതിച്ചു പായുന്ന മിസൈലുകൾ, അത്തരത്തിലുള്ള ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് 17 രാജ്യങ്ങൾ ഇന്ത്യക്ക് മുമ്പിൽ ക്യൂ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത.
അപ്പോൾ ഇങ്ങനെയാണ്. മറ്റൊരു ഫോട്ടോ ഉണ്ട്. എനിക്ക് വളരെ ഇത് 2 ഫോട്ടോ ആണ് മാതൃഭൂമി കൊടുത്തത്. ഒന്ന്, ഈ ആദംപൂർ വിമാനത്താവളത്തില് പ്രധാനമന്ത്രി മോദി സൈനികരെ അഭിസംബോധന ചെയ്യുന്ന, ഇതൊരു എന്താ പറയാ, നമ്മുടെ അഭിമാനം, രാജ്യത്തിന്റെ ഒരു അഭിമാനം ഇങ്ങനെ വാനോളം ഉയർത്തുന്ന ഒരു പടം തന്നെയാണ് കേട്ടോ. അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: പഞ്ചാബിലെ ആദംപൂർ വ്യോമത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സായുധ സേനാംഗങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ആ ഫോട്ടോ ആണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്. അതിന്റെ തൊട്ട് വലതുഭാഗത്തുള്ള ഒരു 2 കോളത്തിലെ ഫോട്ടോ എന്താണെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും രസകരമായ ഫോട്ടോ കേട്ടോ. അതായത് ശ്രീനഗറിൽ സൈനികർക്ക് നേരെ കൈവീശി കാണിക്കുന്ന സ്കൂൾ കുട്ടികള് ശ്രീനഗറിൽ സൈനികർക്ക് നേരെ കൈവീശി കാണിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പലരുടെയും ഓർമ്മയിൽ തെളിയേണ്ട ഒരു ചിത്രമുണ്ട് കേട്ടോ. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ഈ സെക്ഷൻ 370 ഒക്കെ ഉള്ള ഒരു കാലത്ത് അപ്പോഴുണ്ടായ ഒരു സംഭവം, അപ്പോൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ സൈനികരെ കല്ലെറിയുന്ന കാശ്മീരി കുട്ടികളെ നമ്മൾ കണ്ടിരുന്നു, അവരുടെ ചിത്രങ്ങൾ കണ്ടിരുന്നു. അതായത് സൈനികരെ കല്ലെറിഞ്ഞ് സൈനികരെ ഓടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ മുഴുവൻ ഈ കാശ്മീരിൽ പാകിസ്ഥാന്റെ തീവ്രവാദികൾ, പാകിസ്ഥാൻ വർഗീയവാദികൾ, പാകിസ്ഥാനിലെ ഭീകരന്മാർ, അവരുടെ നിയന്ത്രണത്തിലുള്ള സ്ലീപ്പിംഗ് സെല്ലുകൾ, അവിടെ നിന്ന് വരുന്ന തീവ്രവാദികൾ, അവർ നമ്മുടെ സൈനികരെ ആക്രമിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു പണ്ടൊക്കെ നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ കാശ്മീരിലെ സ്ഥിതിഗതികൾ, ഈ ഒരു യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം പെട്ടെന്ന് മാറിയ ഉടനെ തന്നെ ഈ സ്കൂൾ കുട്ടികൾ സൈനികരെ അഭിവാദ്യം ചെയ്യുകയാണ്. കാശ്മീരിലെ ജനങ്ങൾക്കറിയാം മോദി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം, കാശ്മീരിനെ ഇത്തരത്തിലുള്ള പഴയ കാശ്മീരിൽ നിന്ന് പുതിയ കാശ്മീരിലേക്കുള്ള മാറ്റം അവർ കൃത്യമായി മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ സൈനികരെ അഭിവാദ്യം ചെയ്യുന്ന കുട്ടികളുടെ ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നതാണ്. ഈ സൈനിക വാഹനത്തിന്റെ മുന്നിൽ കെട്ടിയിട്ടിട്ട് കല്ലെറിയുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാശ്മീർ മാറുകയാണ്. കാരണം കൃത്യമായ മറുപടി, ഇനി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാൽ തീർത്ത് കളയും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി മോദി ആദംപൂരിൽ വെച്ച് പ്രഖ്യാപിച്ചത്. ഇതൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ പ്രധാന പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ്സുകാര്, പിന്നെ കേരളത്തിലെ എന്താ പറയാ CPM-കാര്. പിണറായി വിജയൻ ഇപ്പൊ തൽക്കാലം മിണ്ടുന്നില്ല കേട്ടോ. കാരണം പിണറായി വിജയന് മോദിയുടെ സഹായം വേണം പിണറായി വിജയന് 3ാം തവണ അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിണറായി വിജയനൊന്നും മിണ്ടുന്നില്ല. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാത്ത സ്വരാജിനെ പോലുള്ള അന്തംഗമ്മികളൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനെതിരായിട്ട്. അതെന്ന് പറഞ്ഞാൽ മോദിയുടെ സ്ട്രാറ്റജി ഒന്നും ശരിയല്ല, മോദിയുടെ നിലപാടുകൾ ശരിയല്ല. ഈ ഭീകരരെ എന്താ പിടിക്കാത്തത്? അതാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഭീകരരെ എന്താ ഇത്ര കാലം പിടിക്കാത്തത്? എന്താ അതായത് ഈ 26 പേരെ അരുങ്കൊല ചെയ്ത ഭീകരർ ഇവരിങ്ങനെ പുറത്തു വന്ന് നിൽക്കുകയാണ്, അതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ 3 ഭീകരരെ വെടിവെച്ച് കൊന്നു. അതിലെ ഒരാൾ എന്ന് പറഞ്ഞത് ലഷ്കർ എ തോയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമാൻഡർ ആയിരുന്നു. അത്തരത്തിൽപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ കൃത്യമായ ആസൂത്രണത്തോടെ ഇന്ത്യൻ സേന വളരെ ജാഗ്രതയോടെ നിലകൊള്ളുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള വാർത്തകളാണ് മാതൃഭൂമി ഏറ്റവും കൃത്യമായി പറയുന്നത്. ലഷ്കർ കമാൻഡറെ അടക്കം 3 ഭീകരരെ വധിച്ചു. ഇത് സ്വരാജൊക്കെ കാണേണ്ടതാണ് കേട്ടോ, അന്തംഗമികൾ കാണേണ്ടതാണ്. എന്തേ ഭീകരരെ പിടിക്കുന്നില്ല, എന്തേ ഭീകരരെ കിട്ടുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നതിന്റെ ആന്തരാർത്ഥം എന്താണെന്ന് നമുക്കറിയാലോ. എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ പിന്നിൽ നരേന്ദ്രമോദിയാണ്, BJP ആണ്, സംഘപരിവാറാണ് എന്നൊക്കെയാണ് ഇവർ പറയാതെ പറയുന്നത്. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി എവിടെ എത്തുന്നവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒതുക്കി പിടിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ലഷ്കർ കമാൻഡറെ അടക്കം 3 ഭീകരരെ വധിച്ചു എന്നുള്ള ആ വാർത്ത കൂടി വളരെ പ്രാധാന്യത്തോടെ കൊടുക്കുന്നു. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ എ തോയ്ബ പ്രധാന കമാൻഡർ അടക്കം 3 പേർ കൊല്ലപ്പെട്ടു. ലഷ്കർ എ തോയ്ബയുടെ പ്രധാന കമാൻഡർ അടക്കം. അതായത് ചൊവ്വാഴ്ച കെല്ല പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം തിരച്ചിൽ തുടങ്ങിയതോടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ലഷ്കർ കമാൻഡർ ഷാഹിദ് കുട്ടെ, അദ്നാൻ ഷാഫി മറ്റൊരാൾ എന്നിവരെയാണ് വധിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് മാതൃഭൂമിയുടെ 1ാം പുറം. ഇനി നമുക്ക് മറ്റ് പത്രങ്ങൾ എങ്ങനെയാണ് ഈ വാർത്ത കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കാം. മലയാള മനോരമയിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ആദംപൂർ വിമാനത്താവളത്തിലെ നരേന്ദ്രമോദി സൈനികരെ അഭിവാദ്യം ചെയ്യുന്ന ആവേശം തുളുമ്പുന്ന ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ അഭിമാനം ഇങ്ങനെ ത്രസിപ്പിക്കുന്ന ആ ചിത്രം ഒരു 5 കോളത്തിൽ മനോരമ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ഒറ്റക്കെട്ടായി എന്ന് പറയുന്നത്. അതായത് രാജ്യം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്.
ഇത്തരത്തിലുള്ള കുറെ രാജ്യദ്രോഹികൾ അവിടെയും ഇവിടെയും നിന്നും കണ്ട് ചില ഓരിയിടലുകളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മാറ്റിവെക്കാം. അവരെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. അത് ഞാൻ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് പാകിസ്ഥാനല്ല, ഇന്ത്യക്കുള്ളിലുള്ള ഇത്തരത്തിലുള്ള കുറെ അന്തഛിദ്രം ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിന്റെ ക്യാപ്ഷൻ ഒറ്റക്കെട്ടായി. പഞ്ചാബിലെ ആദംപൂർ വ്യോമത്താവളത്തിൽ സൈനികരെ അഭിവാദ്യം ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PTIയുടെ ചിത്രമാണ്. ഇനി ഇതിലെ തലക്കെട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ആദംപൂർ വ്യോമത്താവളത്തിൽ മോദി, ഭീകരത തുടർന്നാൽ നിങ്ങളെ നശിപ്പിക്കും. ഇനിയും ഭീകരത തുടർന്നാൽ നിങ്ങളെ നശിപ്പിക്കുമെന്നാണ് മോദി പറയുന്നത്. ഇങ്ങോട്ട് ആക്രമിച്ചാൽ ശത്രുവിനെ തരിപ്പണമാക്കാൻ തയ്യാറെന്ന്. ഇതൊന്നും വെറും പറച്ചിലല്ല കേട്ടോ, തെളിയിച്ച കാര്യമാണ്. 100 മണിക്കൂർ വേണ്ടി വന്നില്ല. പാകിസ്ഥാൻ വിറച്ചു. ഇനിയും ഒരു സെക്കൻഡ് അങ്ങോട്ട് നിന്നാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ ഉണ്ടാവില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേണപേക്ഷിക്കുകയായിരുന്നു വെടി നിർത്തു എന്ന് ഈ പാകിസ്ഥാന്റെ സൈനിക മേധാവികൾ. ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ഒന്നും നശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. പ്രധാനമന്ത്രി പറഞ്ഞാണ് ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ഒന്ന് തൊടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല, പക്ഷേ ഞങ്ങൾ നശിപ്പിച്ചു. പാകിസ്ഥാന്റെ ഏതാണ്ട് ഒരു 20% സൈനിക കേന്ദ്രങ്ങളും ബോംബിട്ട് തകർത്തു, മിസൈൽ ആക്രമണത്തിൽ തകർത്തു. പിന്നീട് മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് 3 ഭീകരരെ വധിച്ചു. ഇതാണ് മനോരമ മെയിൻ സ്റ്റോറി ആക്കിയത്. ഓപ്പറേഷൻ കെല്ല. ഷോപ്പിയാനിൽ സൈന്യവും ഭീകരരുമായി ഏറ്റുമുട്ടൽ, 3 ഭീകരരെ വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ ലഷ്കർ കമാൻഡർ ഷാഹിദ് അഹമ്മദ് കുട്ടയും. അതിർത്തിയിലെ സ്ഥിതി ശാന്തം. ഇനി നമുക്ക് കേരള കൗമുദി എങ്ങനെയാണ് കൊടുത്തു നോക്കാം. പക്ഷെ കേരള കൗമുദി ജൂനിയർ അഭിഭാഷകയുടെ ഏറ്റവും, എനിക്ക് തോന്നുന്നു ഇന്നത്തെ പത്രങ്ങളിൽ കേരള കൗമുദിയാണ് ഈ വാർത്ത ഏറ്റവും ഗംഭീരമായി കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ആ പടം ഏറ്റവും വലുതായിട്ട്, ആ പടം കണ്ടാൽ തന്നെ ആ കവിള് മുഴുവൻ അടിച്ച് ഈ മറ്റേ മോപ്പ് സ്റ്റിക്ക് കൊണ്ടും കൈകൊണ്ടൊക്കെ അടിച്ച് പൊട്ടിച്ചതിന്റെ ചിത്രം. മുഖം തകർത്ത് മൃഗീയത എന്നാണ് തലക്കെട്ട്. മുഖം തകർത്ത് മൃഗീയത, ക്രൂരത യുവ അഭിഭാഷകയോട്, സീനിയർ അഭിഭാഷകൻ ഒളിവിൽ. പാകിസ്ഥാന്റെ വാർത്ത എങ്ങനെയാണ്? പാക് അധിനിവേശ കാശ്മീർ വിട്ടുകിട്ടണം. അതാണ് മോദിയുടെ പ്രസംഗത്തിലെ ഒരു ഭാഗമാണിത്. നമുക്ക് വിട്ടുകിട്ടണം, POK വിട്ടുകിട്ടണം, പാക് അധിനിവേശ കാശ്മീർ വിട്ടുകിട്ടണം. മൂന്നാമൻ ഇടപെടേണ്ടെന്ന് ഇന്ത്യ. മൂന്നാമൻ ഇടപെട്ടിട്ടില്ല, ഇനി മൂന്നാമൻ ഇടപെടേണ്ട എന്നും വളരെ കൃത്യമായി പറയുന്നു. ആദംപൂർ വ്യോമ താവളത്തിൽ നരേന്ദ്രമോദി സൈനികരെ അഭിവാദ്യം ചെയ്യുന്നതിന്റെ വളരെ വളരെ ആകർഷകമായ ഒരു ഫോട്ടോ ആണ് കൊടുത്തിട്ട്. അതിന്റെ രസകരമായ ഒരു കാര്യം, ഈ ട്രംപ് ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ട്രംപാണ് ഇതൊക്കെ ചെയ്തത്. ട്രംപ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സൈനികരെ നമുക്ക് വിശ്വാസമില്ല. നമ്മുടെ ഇവിടുത്തെ കുറെ ആൾക്കാർക്ക്, ഇവിടുത്തെ കുറെ അന്തംഗമികൾക്ക്, ഇവിടുത്തെ സുഡാപ്പികൾക്ക്, ഇവിടുത്തെ ചില മാധ്യമ പ്രവർത്തകർക്ക്, ഇവിടുത്തെ കോൺഗ്രസിന്, ഇവിടുത്തെ രാഹുൽ ഗാന്ധിക്ക്, നമ്മുടെ ഖാർഗെക്ക് ഒന്നും നമ്മുടെ സൈനികർ പറയുന്നത് വിശ്വാസമില്ല. പോട്ടെ, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത് അതും വിശ്വാസമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ കൃത്യമായി ആദംപൂർ വിമാനത്താവളത്തിൽ വെച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നലെ രാഷ്ട്രത്തോട് നടത്തിയ ഈ പ്രഖ്യാപനത്തിലും രാഷ്ട്രത്തോട് നടത്തിയ ഈ പ്രസംഗത്തിലും പ്രഭാഷണത്തിലും പ്രധാനമന്ത്രി വളരെ കൃത്യമായി ഈ വക കാര്യങ്ങൾ പറയുകയുണ്ട്. ഇതൊന്നും വിശ്വസിച്ചില്ല. അവർ വിശ്വസിച്ചത് ആരാണ്? ട്രംപ് പറഞ്ഞതോ മാത്രമേ വിശ്വസിക്കുള്ളൂ. ഞങ്ങൾ ട്രംപ് പറഞ്ഞാൽ വിശ്വസിക്കും, ഞങ്ങൾ പാകിസ്ഥാൻ പറഞ്ഞാൽ വിശ്വസിക്കും, പക്ഷെ ഞങ്ങളുടെ രാജ്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ രാജ്യവിരുദ്ധത. ഇവരൊക്കെ ശരിക്കും വെടിവെച്ച് കൊല്ലേണ്ടതാണ് ഇത്തരം ആൾക്കാരെ. രാജ്യത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർ. എനിക്ക് തോന്നുന്നു ആ ഭീകരരെക്കാൾ കൊടും വിഷമുള്ളവരാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ. കാരണം ഈ ഒരു സംഭവത്തോടു കൂടി നിങ്ങൾക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഈ ഭീകര കേന്ദ്രങ്ങൾ ആകെ തകർത്ത് തരിപ്പണമാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന സൈനിക നടപടിയോടെ നരേന്ദ്രമോദിയുടെ ഗ്രാഫ് ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി രാഹുലല്ല ഒരാൾ വിചാരിച്ചാലും നരേന്ദ്രമോദിയുടെ അടുത്തൊന്നും എത്താൻ പറ്റില്ല. കാരണം ഇന്ത്യൻ ജനതക്കറിയാം നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ നിശ്ചയദാർഢ്യം. ഇതിനു മുമ്പ് മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാലോ. തലകുനിച്ചിരിക്കുകയായിരുന്നു രാഷ്ട്രം. ഭീകരരുടെ നിരന്തരമായ ആക്രമണങ്ങൾ, കൊലവിളിക്കുകയായിരുന്നില്ലേ ഭീകരര്? പാർലമെന്റ് വരെ ആക്രമിച്ചു. മുംബൈ, ഡൽഹി, ഇവിടെയൊക്കെ നൂറുകണക്കിന് മനുഷ്യരെയാണ് കൊന്ന് കൊലവിളിച്ചത്.
ഒരു ചെറിയ വെടി പൊട്ടിക്കാൻ ധൈര്യം ഉണ്ടായില്ല. അതിന് മോദി വേണ്ടി വന്നു. ഇനി അടുത്ത പത്രം മാധ്യമത്തിന്റെ ടോപ്പ് ബാർ എന്ന് പറയുന്നത് സിറിയക്കെതിരായ ഉപരോധം നീക്കുമെന്ന് ട്രംപ്. സിറിയക്കെതിരെ മാധ്യമത്തിന്റെ ചില താല്പര്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ സഫലമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് സിറിയക്കെതിരായ ഉപരോധം, സിറിയയിലാണല്ലോ ഇവരുടെ മാമന്മാരൊക്കെ ഉള്ളത്. അപ്പൊ സിറിയക്കെതിരായ ഉപരോധം നീക്കുമെന്ന് ട്രംപ്. അതാണ് ടോപ്പ് ബാർ സ്റ്റോറി. അതോടെ കിടക്കട്ടെ. അതിനുശേഷം മധ്യസ്ഥ ചർച്ച നടന്നില്ല, ട്രംപിനെ തള്ളി ഇന്ത്യ. ഏതായാലും വളരെ കൃത്യമായി മാധ്യമവും അക്കാര്യം പറയുന്നു. ട്രംപിനെ തള്ളി ഇന്ത്യ. തൃപ്തിയായില്ലേ? ട്രംപിനെ തള്ളി ഇന്ത്യ. നല്ല തലക്കെട്ടാണ്. മധ്യസ്ഥ ചർച്ച നടന്നില്ല. ഇതാണ് സത്യം. മാധ്യമം ഈ മെയിൻ സ്റ്റോറിയിലെങ്കിലും വളരെ കൃത്യമായ സത്യസന്ധമായ തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാശ്മീർ പ്രശ്നം ഉഭയകക്ഷി വിഷയമെന്നും വിദേശകാര്യ മന്ത്രാലയം. പിന്നീട് ഇതിൽ കാശ്മീരുമായി അല്ലെങ്കിൽ ഈ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകൾ ഒന്നാം പേജിൽ കൊടുത്തിട്ടില്ല. നമുക്ക് അടുത്ത ഒരു പത്രം, ദേശാഭിമാനി. ഇന്നലെ ആദംപൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നടത്തിയ കൃത്യമായ നിലപാടുകൾ, പ്രധാനമന്ത്രിയുടെ താക്കീത് നിങ്ങൾക്ക് ദേശാഭിമാനി പത്രത്തിന്റെ ഒന്നാം പേജിൽ കാണില്ല. ദേശാഭിമാനിക്ക് അതൊന്നൊരു വാർത്തയല്ല. ആദംപൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി വന്നോലോ പോയോലോ നമുക്കെന്ത്? ഏത് പ്രധാനമന്ത്രി, എന്ത് പ്രധാനമന്ത്രി, ഏത് മോദി? നമുക്ക് പിണറായി എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ മോദി, എന്ത് മോദി, ഏത് മോദി, എന്ത് ഓപ്പറേഷൻ സിന്ദൂർ? ഇതാ ഇന്നത്തെ ദേശാഭിമാനി. എല്ലാ പത്രങ്ങളും ഈ ഭാഗത്ത് ആദംപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തെ അഭിസംബോധന ചെയ്യുന്ന, ഭാരത് മാതാ കി എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന, ഭാരത് മാതാ കി എന്ന് ഹൃദയം കൊണ്ട് ആർത്തു വിളിക്കുന്ന സൈനികരെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ പടമാണ് കൊടുത്തത്. പക്ഷേ അങ്ങനെ ഒരു പടം നിങ്ങൾക്ക് ദേശാഭിമാനിയിൽ കാണില്ല. ഇതാണ് ദേശാഭിമാനി. ഇതാണ് ഗോവിന്ദമാഷ് പറഞ്ഞ എല്ലാവരും വായിക്കേണ്ട പത്രം. ഇതിൽ പകരം നമ്മുടെ കാരണഭൂതന്റെ പടമാണ്. അതെന്താണെന്നറിയോ? LDF സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ നടന്ന LDF റാലി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. പിണറായി വിജയൻ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതാണ് ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട ഫോട്ടോ. ഞാൻ നേരത്തെ കാണിച്ച പോലെ മാധ്യമം പോലും, നിങ്ങൾ ശ്രദ്ധിക്കണം, മാധ്യമം പോലും ആ പടം, ഇതാ പഞ്ചാബിലെ ആദംപൂർ വ്യോമ കേന്ദ്രത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനികർക്കൊപ്പം എന്ന് പറയുന്ന ആ ഫോട്ടോ മാധ്യമം പോലും ഒന്നാം പേജിൽ കൊടുത്തു. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഇതാ കേരള കൗമുദി ഇങ്ങനെ സല്യൂട്ട് ചെയ്യുന്ന ആ പ്രധാനമന്ത്രിയുടെ പടം കൊടുത്തു. മലയാള മനോരമ ദാ 5 കോളത്തിൽ ആ പടം കൊടുത്തു. മാതൃഭൂമിയും അതേപോലെ തന്നെ 5 കോളത്തിൽ അതേ പടം, ആദംപൂർ വിമാനത്താവളത്തിലെ പടം. പക്ഷേ ദേശാഭിമാനിയിൽ അതില്ല. ദേശാഭിമാനിയിലെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഹൈക്കമാൻഡിനെയും ബഹിഷ്കരിച്ചു എന്ന് പറയുന്ന, കോൺഗ്രസിലാകെ കൂട്ടക്കുഴപ്പമാണ്. കോൺഗ്രസിൽ കെ സുധാകരനെ മാറ്റി നമ്മുടെ സണ്ണി വക്കീലിനെ പ്രസിഡന്റ് ആക്കിയതോടെ കോൺഗ്രസ് ആകെ കലങ്ങി മറിയുകയാണ്. അപ്പോൾ ദേശാഭിമാനി സ്വപ്നം കാണുന്നത് ഇനി ഞങ്ങൾക്ക് മൂന്നാം തവണ പിണറായിക്ക് കാരണഭൂതന് 3ാം തവണ അധികാരത്തിലെത്താനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഈ പറയുന്ന കോൺഗ്രസിനകത്തെ തമ്മിൽ തല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈക്കമാൻഡ് വിളിച്ചിട്ട് പോലും കെ സുധാകരനോ മുരളീധരനോ അല്ലെങ്കിൽ മുല്ലപ്പള്ളിയോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അവിടെ ചെന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും അസംതൃപ്തിയിലാണ്. കോൺഗ്രസിൽ ആകെ കൂട്ടക്കുഴപ്പമാണ് എന്നുള്ള രീതിയിലാണ് ദേശാഭിമാനി ഈ മെയിൻ സ്റ്റോറി കൊടുത്തിരിക്കുന്നത്. ദേശാഭിമാനി എന്ത് വിചാരിച്ചാലും കോൺഗ്രസിൽ ഇനി കൂട്ടത്തല്ലാണെങ്കിലും കൂട്ടക്കുഴപ്പമാണെങ്കിലും
കൂട്ടക്കുഴപ്പമാണെങ്കിലും ഒരിക്കലും ഒരിക്കലും പിണറായി വിജയന്റെ മോഹം നടക്കാൻ പോകുന്നില്ല. ആരാണ് വീണ്ടും പിണറായി സർക്കാരിന് ഒരു ടേം കൂടി ഭരിക്കട്ടെ എന്ന് തലയിൽ വെളിവുള്ള ആരെങ്കിലും വിചാരിക്കും? കോൺഗ്രസ് കൂട്ടക്കുഴപ്പമായിക്കോട്ടെ, കോൺഗ്രസിന് അടിയായിക്കോട്ടെ, ഇവിടെ വോട്ട് ചെയ്യാൻ ഈ സഖാക്കൾ മാത്രമല്ല ഉണ്ടാവുക, കോൺഗ്രസ്സുകാർക്ക് അടിയായിക്കോട്ടെ, എങ്കിലും കോൺഗ്രസിന് ആൾക്കാർ വോട്ട് ചെയ്യും, എങ്കിലും ബി ജെ പിക്ക് വോട്ട് ചെയ്യും, ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും ഒക്കെ ഇവിടെ ആൾക്കാർ നിരന്ന് നിന്ന് വോട്ട് ചെയ്യും. പിണറായി വിജയന്റെ പാർട്ടിക്ക് ആരാണ്? വെറും ഈ കുറച്ച് അന്തം കമ്മികൾ. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ പിണറായി വിജയന്റെ ആ അമേദ്യം ഭക്ഷിച്ച് നിർവൃതി കൊള്ളുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അവര് പോയി വോട്ട് ചെയ്യും. അപ്പോ ഇങ്ങനെയുള്ള ഗിമ്മികൾ കളിച്ചിട്ടൊന്നും കാര്യമില്ല അന്തം കമ്മികളെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസം പ്രധാനമന്ത്രിയുടെ ഈ ആദംപൂരിലെ ഈ പ്രഭാഷണം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് ചെയ്ത പാകിസ്ഥാന് നൽകിയ, രാഷ്ട്രത്തോട് ചെയ്താന്ന് പോട്ടെ, രാഷ്ട്രത്തോടുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതല്ലാതെ പാകിസ്ഥാനുള്ള ഏറ്റവും കൃത്യമായ മുന്നറിയിപ്പ് നിങ്ങൾ ഒന്നാം പേജിൽ കൊടുത്തില്ല. അവിടെ ഷോപ്പിയാനിൽ 3 കൊടും ഭീകരരെ വെടിവെച്ചു വന്ന വാർത്തയും ഒന്നാം പേജിൽ കൊടുത്തില്ല. അതിന് പകരം ഹൈക്കമാൻഡിനെയും ബഹിഷ്കരിച്ചു. അതാണ് ദേശാഭിമാനി. ഇതിന്റെ ഉള്ളിൽ ദേശാഭിമാനി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് കൊൽക്കത്തയിൽ സമാധാന റാലി ഉണ്ട്. യുദ്ധം വേണ്ട എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാനിലെ നിങ്ങളത് മനസ്സിലാക്കണം, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ പൊൻലിപികളിൽ രേഖപ്പെടുത്താവുന്ന ഒരു സൈനിക ഇടപെടലാണ് ഇന്ത്യ നടത്തിയത്. എന്ന് പറഞ്ഞാൽ ഒരു സിവിലിയന്റെ രക്തം പോലും പൊടിയാതെ വളരെ കൃത്യമായി ഭീകര ക്യാമ്പുകൾ മാത്രം ആക്രമിച്ചുകൊണ്ട് 9 ഭീകര ക്യാമ്പുകൾ, 9 ഭീകര കൂട്ടങ്ങളെ ആക്രമിച്ചുകൊണ്ട്, സൈനിക ക്യാമ്പുകൾ ആക്രമിച്ചുകൊണ്ട്, അതല്ലാതെ ഒരു സിവിലിയനെയും ഇന്ത്യ ആക്രമിച്ചിട്ടില്ല, കൊന്നിട്ടില്ല, രക്തം തൂകിയിട്ടില്ല. പക്ഷെ ഇതിനെയാണ് യുദ്ധം എന്ന് പറയുന്നതും ആകെ എന്താ പറയാ, നമ്മുടെ ശാരദകുട്ടി പറഞ്ഞ പോലെ ഗർഭപാത്രം ഇങ്ങനെ തുടിക്കുകയാണ്. കാരണം അവിടെ കൊല്ലപ്പെട്ട ഭീകരന്മാരെ ഓർത്ത്, അവിടെ തകർക്കപ്പെട്ട സൈനിക ക്യാമ്പുകളെ ഓർത്ത് ഇവിടെയുള്ള ആൾക്കാരുടെ ഹൃദയം ഇങ്ങനെ പൊട്ടുകയാണ്. അപ്പോഴാണ് കൊൽക്കത്തയിൽ വൻ സമാധാന റാലി നടക്കുകയാണ്. അതായത് യുദ്ധവെറിക്കെതിരെ, യുദ്ധവെറിയാണത്രേ. പ്രധാനമന്ത്രി മോദിയുടേത് യുദ്ധവെറിയാണ് എന്നാണ് ഈ വെറിയന്മാർ പറയുന്നത്, ഈ രാജ്യവിരുദ്ധർ പറയുന്നത്. ഇവരെ രാജ്യവിരുദ്ധർ എന്നല്ലാതെ പിന്നെ എന്താ വിശേഷിപ്പിക്കേണ്ടത്? നിങ്ങൾ പറ. യുദ്ധവിരുദ്ധ റാലി. അപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പറയുന്ന 2014 മുമ്പുള്ള പോലെ ഇങ്ങോട്ടേക്ക് ഭീകരർ വന്ന് നമ്മളെ തുരുതരെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയി ആക്രമിക്കരുത്, നമ്മൾ ഇങ്ങനെ വെടികൊണ്ട് ചാവുക. ഇതാണ് ഈ യുദ്ധവിരുദ്ധ റാലിയിലൂടെ ഇവർ പറയുന്നത്. ഇത് യുദ്ധമല്ല. വളരെ കൃത്യമായി സൈനിക ക്യാമ്പുകൾ മാത്രം ആക്രമിച്ചു. എന്തിന്? നമ്മുടെ ഈ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചതിന് ശേഷം പാകിസ്ഥാൻ വീണ്ടും ചൊറിഞ്ഞപ്പോ അവരുടെ സൈനിക ക്യാമ്പുകൾ ആക്രമിച്ചു. അപ്പോഴാണ് കരച്ചിൽ, മോങ്ങൽ. അതാണ് ജി സുധാകരൻ പറഞ്ഞത് യുദ്ധത്തിൽ ആരും ജയിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സുധാകരൻ പുച്ഛത്തോടെ പറയാണ്, ആര് പറഞ്ഞു യുദ്ധത്തിൽ ആരും ജയിക്കില്ല എന്ന്? യുദ്ധത്തിൽ ജയിക്കും. ഇനി യുദ്ധം വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങോട്ടേക്ക് വെടിവെച്ചാൽ എന്താ ചെയ്യുക? ഇങ്ങോട്ടേക്ക് ഭീകരരെ വെടിവെക്കാൻ വന്നാൽ നമ്മൾ കമിഴ്ന്ന് കിടന്ന് എല്ലാ വെടിയും കൊള്ളണമെന്നുണ്ടാവും. തിരിച്ചടിച്ചേ തീരൂ എന്ന് ജി സുധാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആ നേതാവ് കേൾക്കണം. സ്വരാജ് ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ടല്ലോ അന്തം കമ്മികൾ. വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ച, ഞാൻ പറയുന്നില്ല കേട്ടോ, വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ച അധമനാണ് സ്വരാജ്. ഇവനെയാണ് പൊക്കിപ്പിടിച്ച് നടക്കുന്നത്. ഇവനാണത്രേ പിണറായി വിജയനെയും പഠിപ്പിക്കാൻ പോകുന്നത്. ഇവന്റെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ പിണറായിക്ക് ശേഷം മുഖ്യമന്ത്രിയാകാന്നൊക്കെ പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും സ്വരാജിന്റെയൊക്കെ മനസ്സിൽ. വേണ്ട മോനെ, ഒരാളും നിന്നെ ഈ ഒരൊറ്റ കാര്യം മതി. വി എസിനെ നിന്നെയൊക്കെ വിശേഷിപ്പിക്കാൻ വരുംകാല ചരിത്രം എങ്ങനെയായിരിക്കും അറിയോ? എം സ്വരാജ് ആര്? വി എസ് അച്യുതാനന്ദനെ, വി എസിനെ കണ്ണേ കരളെ വി എസ് എന്ന് ഇപ്പോഴും വിളിക്കുന്ന ലക്ഷങ്ങൾ ഇവിടെയുണ്ട്
കണ്ണേറലെ സ്വരാജ് എന്നാരും വിളിക്കില്ല കേട്ടോ. ആ VS-നെയാണ് നിങ്ങൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞത്. ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞത്. ഞാൻ അതിന് മലയാളം പറയുന്നില്ല കേട്ടോ. ഇതാ മറ്റൊന്ന്, വെടിനിർത്തലിൽ ദേശാഭിമാനിയുടെ ഒരു കുത്തിത്തിരിപ്പ് കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കേ. വെടിനിർത്തലിൽ US ഇടപെടൽ ഉത്തരമില്ലാതെ മോദിക്ക് ഉത്തരമില്ലത്രേ. ഈ അന്തം കവികളൊക്കെ എന്താ പറയേണ്ടത്? മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഈ ആദംപൂർ വ്യോമത്താവളത്തിൽ വെച്ച് പറഞ്ഞതും ഒന്നും ഇവർ കേട്ടിട്ടില്ല. നമ്മുടെ സൈനികർ പറഞ്ഞതും കേട്ടിട്ടില്ല. നമ്മുടെ വിദേശ മന്ത്രാലയത്തിന്റെ വക്താവ് പറഞ്ഞതും കേട്ടിട്ടില്ല. രൺധീർ ജയ്സ്വാൾ പറഞ്ഞതും കേട്ടിട്ടില്ല. എന്നിട്ട് പറയാണ് ഉത്തരമില്ലാതെ മോദിക്ക് ഉത്തരമില്ല അത്രേ. മോദിക്ക് എന്ത് ഉത്തരമാണ്? മോദിയിൽ നിന്ന് എന്ത് ഉത്തരമാണ് ഇവർ പ്രതീക്ഷിക്കുന്നതെന്ന് അറിയോ? മോദി ട്രംപിനാണ് ചീത്ത പറയണം. എന്നാ ഭയങ്കര ഹാപ്പിയായി. മോദി ട്രംപിനെ ചീത്ത പറഞ്ഞു. അപ്പൊ ട്രംപ് ഇന്ത്യയുടെ ശത്രുവാകും. അപ്പൊ ഒരു ഭാഗത്ത് ട്രംപ് ഇന്ത്യയുടെ ശത്രു, ഇങ്ങേപ്പുറത്ത് ചൈന ഇന്ത്യയുടെ ശത്രു, അങ്ങേപ്പുറത്ത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രു, ബംഗ്ലാദേശ് ഇന്ത്യയുടെ ശത്രു, ശ്രീലങ്ക ഇന്ത്യയുടെ ശത്രു. ആഹാ, അന്തംഗമികൾക്ക് പിന്നെ ഭയങ്കര ഹാപ്പിയായി. എല്ലാവരും ഇന്ത്യയുടെ ശത്രു എന്ന് പറയുമ്പോ ഇവരിങ്ങനെ ഉള്ളിലിങ്ങനെ ഭയങ്കര സംഭവം എന്നുള്ള രീതിയിലാണ് ഈ അന്തംഗമികൾ. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ പോട്ടെ ഈ CPM-ന് വേണ്ടി ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചു നടക്കുന്ന സാധാരണക്കാരായ ആൾക്കാരില്ല, നിങ്ങളൊക്കെ ചോറല്ലേ തിന്നുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ ശരിയാണെന്ന്? നിങ്ങളും ഈ ദേശാഭിമാനി മാത്രം വായിക്കുന്നവർ പോട്ടെ, ദേശാഭിമാനി മാത്രം വായിക്കുന്ന കുറെ അന്തംഗമ്മികളുണ്ട്, അവരെ വിടാം. അതല്ലാതെ നിങ്ങൾ സോഷ്യൽ മീഡിയ, നിങ്ങൾ മറ്റു പത്രങ്ങളൊക്കെ കാണുന്നില്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും സംശയമുണ്ടോ ട്രംപാണ് ഇടപെട്ടതെന്ന്? ട്രംപാണ് ഇടനില നിന്നത് എന്ന് പ്രിയപ്പെട്ട ഞാനിത് ഈ വീഡിയോ കാണുന്ന അന്തംഗമികളല്ല, സാധാരണ CPM-കാരോടാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ട്രംപാണ് ഇതിലൊരു ഇടനില നടത്തിയത്? ട്രംപ് വെടിനിർത്തലിന് പിന്നിൽ ട്രംപാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് ഏറ്റവും രസകരമായ കാര്യം. ഇത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ പറയാമെന്ന് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, അത് ആരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് നമ്മുടെ ശൈലേഷ് ഗോപിനാഥാണ് ഇത് ഫോർവേഡ് ചെയ്തത്. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ. അതായത് ഇപ്പോഴും അമേരിക്ക മീഡിയേറ്ററായി എന്ന് കരുതുന്ന ആളുകൾക്ക് വേണ്ടി ഒരു കഥ പറയാം. ഇപ്പോഴും അമേരിക്കയാണ് ട്രംപാണ് മീഡിയേറ്റർ ആയത്, ഇടനിലക്കാരനായത് എന്ന് വിശ്വസിക്കുന്ന, ഇപ്പം പറഞ്ഞ, അതായത് ഈ ദേശാഭിമാനി പറയുന്ന പോലെ, അല്ലെങ്കിൽ അന്തംഗമ്മികൾ പറയുന്ന പോലെ, സുഡാപ്പികൾ പറയുന്ന പോലെ, കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ, ഇപ്പോഴും ഇതിന് പിന്നിൽ ട്രംപാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു കഥ പറയാം. നിങ്ങളുടെ അയൽക്കാരൻ, വളരെ സിമ്പിൾ ഒരു കഥയാണ്, കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു കഥയാണ്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിയില്ല, എങ്കിൽ ആ കഥ വളരെ രസകരം. എനിക്ക് കേട്ടപ്പോഴേ, ഇത് വായിച്ചപ്പോ ഇത്രയും സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈ കാര്യം അവതരിപ്പിക്കുക എന്ന് ഞാൻ അതിശയിച്ചു പോയി കേട്ടോ. അതായത് നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളെ മാന്തി, നിങ്ങൾ അവനെ അടിച്ചു ശരിയാക്കി. അവൻ പോയി പഞ്ചായത്ത് മെമ്പറിനോട് പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർ നിങ്ങളെ വിളിച്ചു ചോദിച്ചു, എന്താ ചെങ്ങായി ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നിങ്ങൾ പറഞ്ഞു, ഇനിയും അവൻ തന്തയില്ലാത്തരം കാണിച്ചാൽ ഇനിയും അവൻ അടി വാങ്ങും. അപ്പൊ മെമ്പർ ചോദിച്ചു, ഇത് നിർത്താൻ എന്താ വഴി? നിങ്ങൾ പറഞ്ഞു, അതിൽ മെമ്പർ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട, അവന് വേണമെങ്കിൽ അവനോട് വന്ന് സംസാരിക്കാൻ പറ. മെമ്പർ ഇക്കാര്യത്തിൽ ഇടപെടും വേണ്ട, അവന് വേണമെങ്കിൽ അവനോട് വന്ന് സംസാരിക്കാൻ പറ. പഞ്ചായത്ത് മെമ്പർ അവനോട് പറഞ്ഞു, പഞ്ചായത്ത് മെമ്പർ പോയി കണ്ട് അവനോട് പറഞ്ഞു, മോനെ, ഇത് ഞാൻ കൂട്ടിയാൽ കൂടില്ല, നീ നേരിട്ട് പോയേ പറ്റൂ. അപ്പോൾ അവന്റെ മോനെ അയച്ച്, അപ്പോൾ അവൻ എന്താ ചെയ്തു അറിയോ? അവന്റെ മോനെ അയച്ചു. അപ്പോൾ നിങ്ങൾ മോനോട് പറഞ്ഞു, ഇനി മേലാൽ ഇതുപോലെയുള്ള പരിപാടിയും കൊണ്ട് വന്നാൽ നിന്റെ അപ്പന്റെ ബാക്കി പറയുന്നില്ല, അതിന് തീ വെക്കും. അവന്റെ മോൻ ശരി സാറേ എന്നും പറഞ്ഞു പോയി. അപ്പൊ അവന്റെ മോൻ കാര്യം മനസ്സിലായി. അവന്റെ മോൻ ശരി സാറേ എന്നും പറഞ്ഞു പോയി. എന്നിട്ട് അവൻ മെമ്പറിനെ വിളിച്ചു പറഞ്ഞു, സാർ ഓക്കെ പറഞ്ഞു, ഇനി എന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ സംസാരിച്ചു, അപ്പൊ ഇനി എന്നെ ഒന്നും ചെയ്യില്ല എന്ന് അവർ പറഞ്ഞു. ഉടൻ മെമ്പർ നോട്ടീസ് ഇറക്കി. ഞാൻ പറഞ്ഞു സാർ അനുസരിച്ചു എന്ന്. അപ്പോൾ ഉടനെ പഞ്ചായത്ത് മെമ്പർ ഒരു നോട്ടീസ് ഇറക്കാണ്. ഞാൻ പറഞ്ഞിട്ടാണ് അത് ഈ അടി ഒഴിവാക്കിയതാരെ ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് പഞ്ചായത്ത് മെമ്പർ പറയുകയാണ്, സാർ അനുസരിച്ചു എന്ന്. ഇതിൽ കൂടുതൽ പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അങ്ങനെയാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് കേട്ടോ. ഇതിൽ കൂടുതൽ പറഞ്ഞു തരാൻ എനിക്കറിയില്ല. കഥാപാത്രങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ, മെമ്പർ എന്ന് പറഞ്ഞാൽ ട്രംപ്, അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ, മോൻ എന്ന് പറഞ്ഞാൽ പാക് പട്ടാള ഓഫീസർ.
ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് അന്തംഗമികൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്. പറഞ്ഞിട്ടും മനസ്സിലാകാത്തവരോട് എന്താ പിന്നെ ചെയ്യുക? മിണ്ടാതിരിക്കുക അല്ലേ? അതല്ല നല്ലത്. തൽക്കാലം നമുക്ക് ഈ വാചകം ഇവിടെ നിർത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.